സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി ഹൈക്കോടതി. കോടതി അനുമതിയില്ലാതെ പ്രധാന തീരുമാനങ്ങളും ധനവിനിയോഗവും പാടില്ലെന്നാണ് ഇടക്കാല ഉത്തരവ്. ക്രിസ്ത്യൻ സംഘടന ആക്സും BJP നേതാവ് ഷോൺ ജോർജും നൽകിയ ഹർജികളിലാണ് ഇടപെടൽ വരുന്നത്. ഇതിനിടെ നിയമപ്രകാരം വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറാണെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. സംസ്ഥാന വഖഫ് ബോർഡിന് ഇനി ഇഷ്ടം പോലെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. നയപരമായ തീരുമാനങ്ങൾ, നിർണായക തീരുമാനങ്ങൾ ഇതൊക്കെ എടുക്കുന്നതിന് ഹൈക്കോടതിയുടെ മുൻകൂറായിട്ടുള്ള അനുമതി തേടേണ്ടി വരും. ഒപ്പം തന്നെ വലിയ സാമ്പത്തിക കാര്യങ്ങളുടെ ചെലവഴിക്കുന്നതിനും കോടതിയുടെ അനുമതി ആവശ്യമാണ്. ഇന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വഖഫ് ബോർഡിന്റെ നടപടികളിൽ ഇടപെട്ടുകൊണ്ട് ഇടക്കാല ഉത്തരവിറക്കിയത്. കേന്ദ്ര നിയമപ്രകാരം ഇപ്പോൾ മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നുള്ള അടക്കം അംഗങ്ങൾ വഖഫ് ബോർഡിൽ വേണം, ഷിയ വിഭാഗത്തിൽ നിന്നുള്ള അംഗം വേണം. ഇതൊന്നും LDF സർക്കാരിന്റെ അവസാന കാലത്ത് KS ഹംസയെ ചെയർമാനായി വെച്ചുകൊണ്ടുള്ള പുതിയ ബോർഡ് നിലവിൽ വന്നപ്പോൾ അനുസരിച്ചിട്ടില്ല. അപ്പോൾ ഈ വഖഫ് ബോർഡിന്റെ ഘടന തന്നെ നിയമവിരുദ്ധമാണ്. അപ്പോൾ അത് പിരിച്ചുവിടണമെന്നതായിരുന്നു അവരുടെ ആവശ്യം. ഇതിൽ പ്രഥമദൃഷ്ട്യാ തന്നെ കോടതിക്ക് ഇടപെടേണ്ട വിഷയങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇടക്കാല ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇപ്പോഴത്തെ വഖഫ് ബോർഡിനെ പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ മരവിപ്പിക്കുകയോ ചെയ്യുന്നത് പോലുള്ള നടപടികളിലേക്ക് പോയിട്ടില്ല എങ്കിൽ പോലും ആ വഖഫ് ബോർഡിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഹൈക്കോടതിയുടെ കടുത്ത നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഒരാഴ്ചത്തേക്കാണ് ഇടക്കാല ഉത്തരവ് കോടതി ഇറക്കിയിരിക്കുന്നത്. അടുത്തയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. അപ്പോൾ ഈ ബന്ധപ്പെട്ട കക്ഷികൾ, അതായത് നിലവിലുള്ള വഖഫ് ബോർഡ് അംഗങ്ങൾ അടക്കമുള്ളവർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ പൊതു താൽപര്യ ഹർജികളിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ ഇതേ സ്ഥിതി തുടരാനുള്ള സാധ്യത തന്നെയാണുള്ളത്. അത് നിലവിലുള്ള വഖഫ് ബോർഡിന് വലിയ തിരിച്ചടിയായി മാറും. എന്തായാലും മുനമ്പമടക്കമുള്ള വിഷയങ്ങളിൽ ഇനി എന്തായിരിക്കും വഖഫ് ബോർഡിന്റെ തീരുമാനമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് പുതിയ UDF സർക്കാർ ഈ നിയമപ്രകാരം വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തയ്യാറാണ് എന്ന് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ LDF സർക്കാരിന്റെ അവസാന കാലത്ത് കൊണ്ടുവന്ന വഖഫ് ബോർഡിൽ ഇടപെടാനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ പുതിയ സർക്കാരിന് കൈവന്നിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ബിനിൽ, മാതൃഭൂമി ന്യൂസ്.